ലോകവാർത്തകളുമായി വേൾഡ് ബിയോണ്ട് സ്റ്റോറി തുടരുകയാണ്. സർ ജയ്ഹോൺ, അതേപോലെ മുമ്പും കുറച്ച് സൈനികരെ നഷ്ടപ്പെട്ടു. ഇത് UAEയുടെ വിദേശകാര്യ നയത്തെ അല്ലെങ്കിൽ യമനിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ? നാം മനസ്സിലാക്കേണ്ടത് ഇത് UAEക്ക് ഇപ്പോൾ ഏകദേശം 50-ലധികം സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. UAE സംബന്ധിച്ചോളം തീർച്ചയായും വലിയ നഷ്ടം തന്നെയാണ്. പക്ഷെ സമാധാനം ആഗ്രഹിക്കുന്ന UAEയുടെ ഫോറിൻ റിലേഷൻസിൽ, ഫോറിൻ പോളിസിയിൽ ഒരിക്കലും യമനെ ഒരു ആക്രമണമായിട്ട് കാണാൻ സാധിക്കുകയില്ല. ഇതിന്റെ പേര് തന്നെ നൽകിയിട്ടുള്ള ഓപ്പറേഷൻ റിസ്റ്റോറേഷൻ ഹോപ്പ് ആണ്. അതായത് സമാധാനത്തെ പുനഃസ്ഥാപിക്കാനുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് ഇത് UAE ഇതിൽ പങ്കുചേർന്നിട്ടുള്ളത്. UAE സംബന്ധിച്ചോളം യമനുമായിട്ട് വളരെ പ്രാചീന കാലം മുതൽ തന്നെയാണ് അവർക്കുള്ള ബന്ധമുണ്ട്. ഇവിടുത്തെ ഇന്നത്തെ ഇമാറാത്തികൾക്ക് പല അവരുടെ മുൻഗാമികൾ പലവരും യമനിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് തന്നെ സാംസ്കാരികമായിട്ടും മറ്റ് ഒരുപാട് രീതിയിൽ യമനുമായിട്ട് UAEക്ക് പ്രത്യേകിച്ച്, അറബികൾക്ക് മൊത്തം ബന്ധമുണ്ട്, പക്ഷെ UAEക്ക് പ്രത്യേകിച്ച് ബന്ധം കൂടുതൽ ശക്തമാണ്. അപ്പോൾ യമനെ ആക്രമിക്കുന്നത് ഒരിക്കലും അവിടുത്തെ ജനങ്ങളോടല്ല യുദ്ധം ചെയ്യുന്ന UAE അവിടുത്തെ അക്രമകാരികളായുള്ള ഹൂതികളോടും ഇപ്പോൾ ഈ അറ്റാക്കിൽ മനസ്സിലാക്കിയത് അത് അതിലൊരു IS റോളും കൂടി ഉണ്ടെന്നാണ്. അപ്പോൾ ഇതൊരു ത്രികോണ ഒരു മത്സരമായിട്ടുള്ള യുദ്ധമായിട്ടാണ് ഇത് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. IS ഒരു ഭാഗത്തുണ്ട്, ഹൂതികൾ ഒരു ഭാഗത്തുണ്ട്, അറബ് കോalition ഫോഴ്സ് ഒരു ഭാഗത്തുണ്ട്. മാത്രമല്ല ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇവിടെ യമനിലുള്ള ഒരു പോർട്ട്, ഷിപ്പിംഗ് പോർട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നീക്കമായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഭരണകൂടം ഇതിനെ കാണുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു വാണിജ്യ മുഖം കൂടി ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് നാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നം വെറും ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് മാത്രമല്ല, അത് ഒരു കമേഴ്ഷ്യൽ ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രശ്നധാരികൾ അത് അവിടെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും UAE ഇത് യമനിലെ ജനങ്ങളെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ അവിടെ നശിപ്പിക്കാനോ അല്ല UAE അത് ഇടപെട്ടിട്ടുള്ളൂ. UAE എന്നും സമാധാനം കാക്ഷിക്കുന്ന രാജ്യമാണ്. അത് എല്ലാവരും അംഗീകരിച്ചതും വളരെയധികം പ്രശംസിച്ചതും കൂടിയാണ്. മാത്രമല്ല UAE ഇപ്പോൾ അടുത്ത് നടത്തിയ യമൻ വി കെയർ എന്നൊരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. അതിൽ 500 മില്യൺ ദിർഹംസോളം ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആയിട്ട് UAEക്ക് നൽകാൻ സാധിച്ചു. അതിൽ ഇവിടുത്തെ വിദേശികളുടെ സംഘടനകളായ നമ്മുടെ KMCC പോലും അതിൽ പങ്കാളിയായിരുന്നു. ഇവിടുത്തെ ഒഫീഷ്യൽ ചാരിറ്റി ഓർഗനൈസേഷനായ റെഡ് ക്രസന്റ് സൊസൈറ്റി, അവരാണ് ഇത് സംഘടിപ്പിച്ചത്. അതിലേക്ക് KMCC പോലും അവരുടെ കോൺട്രിബ്യൂഷൻ നൽകുകയുണ്ടായി. അപ്പോൾ ഇത് ഒരു യമനിലെ പ്രശ്നം ഒരു ഹ്യൂമാനിറ്റേറിയൻ പ്രശ്നമായിട്ടാണ് UAE ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത്. നന്ദി മിസ്റ്റർ ജയ്ഹോൺ, UAEയുടെ 5ഓളം സൈനികർ നഷ്ടപ്പെട്ട ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രതികരിച്ചതിന്.